ഈ കോപവും ഈ ദേഷ്യവും ഒക്കെ ഉണ്ടാക്കുന്ന ആന്റി കെമിക്കൽസ് നിങ്ങളെ സ്വയം കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ പതുക്കെ 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 രോഗിയാക്കും. ഉറപ്പല്ലേ? അവൻ എന്നോട് ചെയ്ത ആ ഒന്നത്തേതുകൊണ്ടോ എനിക്കങ്ങോട്ട് തീരാത്ത മറക്കില്ല ഞാൻ എന്നാ പറയാ. ഒരാൾ പെട്ടെന്ന് എവിടെയെങ്കിലും കാല് തന്നെയൊക്കെ വീഴുമ്പോ അല്ലെങ്കിൽ വീഡിയോ നമ്മൾ കാണുകയാണ്, ഇത് കാണുമ്പോൾ ആൾക്കാർ അയ്യോ എന്ന് പറയുന്നവർ കൂടുതൽ നമ്മൾ ചിരിക്കുന്ന സ്ഥലം. വീഴുമ്പോൾ സത്യത്തിൽ ചിരിക്കാൻ പാടുണ്ടോ? അപകടമല്ലേ ഉണ്ടാവുക? ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളിലൊക്കെ ബ്രസ്റ്റ് ക്യാൻസർ വളരെ കൂടുതൽ കാണപ്പെടുന്നുണ്ട്. അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ഒറ്റപ്പെടുന്ന ഈ അനുഭവമല്ലേ തോട്ട് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് പറയുന്നത്. റോബിൻജി, വീണ്ടും സ്വാഗതം. നമ്മളുടെ ഭാഗ്യം വന്ന വഴികൾ എന്ന ഒരു സീരീസ് ഓഫ് എപ്പിസോഡ് പ്രേക്ഷകർ വളരെ വളരെ താല്പര്യത്തോടു കൂടി കണ്ട് കമൻറ്റും ബാക്കിയുള്ള അവരുടെ ഷെയറും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഒത്തിരി അനുഭവങ്ങൾ കിട്ടി. അപ്പോൾ അതിനുശേഷം നമ്മളൊരു ചെറിയ ഗ്യാപ്പ് എടുത്തു. വീണ്ടും ഒരു പുതിയ സബ്ജക്റ്റുമായിട്ട് സ്വാഗതം ABC ടോക്കിലേക്ക്. ദിസ് വീഡിയോ ഈസ് പവർഡ് ബൈ AVT. ക്ഷേച്ചേട്ടാ. റോബിൻജി, നമ്മുടെ ജീവിതത്തിൽ സക്സസ്സിലേക്ക് മുന്നോട്ട് പോകാൻ ഒരു പ്രത്യേക തന്ത്രം ഉപയോഗിച്ചാൽ മതിയെന്ന് റോബിൻജി പലപ്പോഴും പറയാറുണ്ട്. ആ തന്ത്രത്തെക്കുറിച്ച് ഇന്നൊന്ന് പറയാമോ? അതൊരു തന്ത്രമല്ല ഷാജി, സത്യത്തിൽ അതൊരു മന്ത്രമാണ്. ആ മന്ത്രം നമുക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ കുറച്ച് അതെന്താണ് ചോദിച്ചാൽ ഒരല്പം വേദനാജനകവും കൂടിയാണ്. വേദനാജനകമായ മന്ത്രമാണ്, ഒരു മന്ത്രമാണത്. ഈ വേദനാജനകമായ മന്ത്രം എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള, മനസ്സിന് പരിചയമില്ലാത്ത ഒരു കാര്യം ചെയ്യാനും വലിയ പാടാണെന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ. അതുപോലെ തന്നെയാണിത്. ഞാൻ ഈ മന്ത്രം ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളാണ്. അതിന് പ്രായോഗിക രൂപമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാനിത് പറയുമ്പോൾ സതീഷ് എന്ന് പറഞ്ഞ നമ്മൾ ഇടതുവശത്തിരിക്കുന്ന ഈ പുള്ളിയുണ്ടല്ലോ, ഈ പുള്ളിക്കാരൻ ഉടനെ ഒരു ചോദ്യം ചോദിക്കുക. അല്ല, ഇതൊക്കെ സംഭവമൊക്കെ ശരിയാണ്, ഇത് ശാസ്ത്രീയമായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ളതൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഇത് ആരത് ചെയ്ത് ഒരു പരിചയം വേണ്ടേ, ഒരു തെളിവ് വേണ്ടെന്ന് ചോദിക്കും. അപ്പോൾ അത് മറുപടി ഉണ്ട്. അത് ആ സമയത്ത് ചോദിക്കണം കേട്ടോ. തീർച്ചയായും. ഈ പ്രോസസ്സിൻ്റെ പേര് അതാണ്. ആ പേര് ഇത് കേൾക്കുമ്പോൾ അയ്യോ ഇതാണോ എന്ന് ചോദിക്കണ്ട. കാരണം ഈ പ്രോസസ്സിൻ്റെ പേര് ക്ഷമിക്കുക എന്നതാണ്. ഫോർഗീവ്നെസ്. ക്ഷമിക്കുക. എന്നോട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ക്ഷമിക്കുക. കാര്യം ഇത് അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല എന്ന് കേൾക്കുന്നവർക്കറിയാം, പരിചയമുള്ളവർക്കറിയാം. പക്ഷേ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം. ഇത്രമേൽ ജീവിതത്തിൽ സക്സസ് ഉണ്ടാക്കാൻ ആയി ഉപയോഗിക്കാവുന്ന ഒരു ടൂൾ എൻ്റെ അറിവിലില്ല. ഇതൊരു ആത്മീയത ക്ലാസ് ഒന്നും അല്ലല്ലോ. ഒരിക്കലുമല്ല. സയൻസ് ഓഫ് ഫോർഗീവ്നെസ്സിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ആത്മീയതയല്ല, സയൻസ് തന്നെയാണ്. സയൻസാണ്. നമ്മളിപ്പം ഈ നിരവധി ഭാഗ്യത്തെക്കുറിച്ചും മറ്റു വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നെ ഫോൺ ചെയ്തും നേരിട്ട് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഞാൻ ഈ അടുത്ത ദിവസമൊക്കെ കണ്ടുകിട്ടും യാത്രക്കിടയിൽ. അവരെല്ലാവരും പറഞ്ഞ ഒരു കാര്യം വെച്ചാൽ അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു വിശ്വസനീയമായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർക്കൊരു ഡീറ്റെയിലിംഗ് ഉണ്ട്. നമുക്ക് എപ്പോഴും ഒരു അടിസ്ഥാനമില്ലാതെ അങ്ങനെ സംസാരിക്കുമ്പോൾ ആൾക്കാർക്ക് എവിടെയും അങ്ങനെ പോകുന്ന ഒരു കാര്യമില്ല. എല്ലാവർക്കും മനസ്സിലാകണമല്ലോ. അല്ല, നമുക്ക് ഇടയ്ക്ക് കയറുന്നതിന് ഒരു ക്ഷമ ചോദിച്ചുകൊണ്ട് വീണ്ടും ഞാൻ പറയാം. ഒത്തിരി പേര് നമ്മളുടെ അടുത്ത് കമന്റിലൂടെയൊക്കെ നമ്മളോട് സംസാരിച്ചൊരു കാര്യമുണ്ട്. എവിടെ നിന്നാണ് ഈ കഥകളൊക്കെ എടുക്കുന്നത്? ഓരോ കാര്യത്തെ സംസാരിക്കുമ്പോഴും എവിടെ നിന്നാണ് ഈ കഥകൾ എടുക്കുന്നത്? അത് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ കേട്ടും കണ്ടും വായിച്ചും പരിചയമുള്ള പല കഥകളുണ്ടാവും. ഈ കഥകളൊക്കെ നമ്മൾ പലപ്പോഴും അതൊക്കെ നമ്മുടെ നോട്ട് ബുക്കുകളിൽ കുറിച്ചിടും. അപ്പോൾ ഈ കുറിച്ചിടുന്ന സാധനങ്ങളൊക്കെ കഥയായിട്ട് നമ്മൾ പല ഇടങ്ങളിൽ ഇത് സംസാരിക്കുകയും പല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിന് ഉപകഥകളായിട്ട് അത് വരികയും ജീവിതത്തിൽ അതങ്ങനെ കിടക്കുന്നത് മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം നമ്മളൊരു കാര്യം, ഒരു വിഷയം നമ്മൾ വരുമ്പം ഈ കഥകളൊക്കെ മുമ്പ് കേട്ട ഈ കഥകളൊക്കെ തനിയെ പൊന്തി വരും. ഇത് ഉയർന്നു വരും. ബാലാഴിയിൽ നിന്ന് എന്ന വണ്ണം ഈ കഥകൾ വരും. ഉപമകളിലൂടെ അത് വരുന്നത്. ഇതിന് വളരെ കൃത്യമായിട്ട് ഈ ക്രിസ്തുവും കൃഷ്ണനും ബുദ്ധനും ഒക്കെ ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാം? മനുഷ്യർക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ, മനുഷ്യർക്ക് മനസ്സിലാവാത്ത അതിനിഗൂഢവും സങ്കീർണവുമായ വിഷയങ്ങളെ ലോകത്തുള്ള മനുഷ്യന് മനസ്സിലാവുന്ന തരത്തിൽ പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഇവരൊക്കെ ചെയ്ത ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ടാണ് ഇവരൊക്കെ ഗ്രേറ്റ് ടീച്ചേഴ്സായിട്ട് മാറിയത്. ഇപ്പോൾ ഇവരെല്ലാവരും നോക്കിക്കോളൂ, എത്ര സിമ്പിളായിട്ടാണ് ഒരു മനസ്സിലാവാത്തൊരു കാര്യത്തിലെ ഉപമകളിലൂടെയാണ് പറയുന്നത്. അപ്പം നമ്മളെപ്പോഴും കഥകളിലൂടെ ഉപമകളിലൂടെ പറയാൻ ശ്രമിക്കുന്നത് അവരൊക്കെ ചെയ്ത ആ വഴിയിലൂടെ നമ്മളൊക്കെ പിന്തുടരുന്നത്. എന്നെപ്പോലെ ഒരുപാട് ആളുകൾ അങ്ങനെ പിന്തുടരുന്നുണ്ട്. ഇത് പഠിപ്പിക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പം നമുക്കത് മനസ്സിലാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ക്ഷമയെക്കുറിച്ച് സംസാരിച്ചു വരുമ്പോൾ ക്ഷമയെക്കുറിച്ചൊരു വാക്ക്, ഫോർഗീവ്നെസ് ഈസ് ദ ഹയസ്റ്റ് ഫോം ഓഫ് ഹ്യൂമൻ ജനറോസിറ്റി എന്നാണ് പറയുന്നത്. എന്താ ഹ്യൂമൻ ജനറോസിറ്റി എന്ന് പറയുന്നത്? ഏറ്റവും മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഔദാര്യത്തിൻ്റെ ഉയർന്ന രൂപത്തിലുള്ള ഔദാര്യത്തിൻ്റെ ഉയർന്ന രൂപമാണ്
അതായത് വിട്ടുകൊടുക്കുക. ഔദാര്യം എന്ന് പറഞ്ഞാൽ എന്താ? സ്വമനസ്സാലെ വിട്ടുകൊടുക്കുകയല്ലേ. ഒരു കാര്യത്തിൽ നമ്മൾ സ്വമനസ്സാലെ വിട്ടുകൊടുക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരാളോടുള്ള ഒരു വെറുപ്പുണ്ട്, അതല്ലെങ്കിൽ ഒരു വലിയ തീരാത്ത ദേഷ്യമുണ്ട്, പകയുണ്ട് എന്ന് പറയുമ്പോൾ ആ പക ഞാൻ എന്നേക്കുമായി, അതും എങ്ങനെയാണ് ബോധപൂർവം വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ അറിഞ്ഞുകൊണ്ടത് അതാണ് ഫൊർഗീവ്നെസ്. എന്താണെന്ന് ചോദിച്ചാൽ ഫൊർഗീവ്നെസ്സിനെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു കാര്യത്തിനെ ഇല്ലാതാക്കലല്ലത്. അത് ബോധപൂർവം നമ്മുടെ ഉള്ളിലുള്ള ഇത്തരത്തിലുള്ള വികാരങ്ങളെ വിട്ടുകളയാനുള്ള ഒരു തീരുമാനമാണ്. അത് ഞാൻ അവനോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ തോന്നുക? അയാളെന്തോ വിട്ടു എന്നല്ലേ? ശരി, ഓക്കെ, ഞാൻ പുറത്തു എന്ന് പറഞ്ഞ് ഞാൻ അവനോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ ഞാനത് വിട്ടുകളഞ്ഞു എന്നാണ്. അപ്പോൾ ആ വിട്ടുകളയുന്ന എവിടെ നിന്നാണ്? വാക്കുകൾ കൊണ്ട് മാത്രമല്ല, അതിനൊരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിനെ കുറിച്ച് പറയാം. ആ പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞിട്ട് നമ്മൾ ലോകത്തിലുള്ള വിശിഷ്ടരായിട്ടുള്ള ആളുകളൊക്കെ അതെങ്ങനെ ചെയ്തതെന്ന് പറയാം. ക്ഷമയുടെ പ്രോസസ്സ്. ഇപ്പം ഞാൻ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കത്തോലിക്ക സ്ഥാപനത്തിൻ്റെ മേലധ്യക്ഷനുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ ഞാൻ ഈ ഫൊർഗീവ്നെസ്സിനെ കുറിച്ച് സംസാരിക്കാനിടയായി. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, റോജേട്ടാ, ഞാനിത് കുർബാനയുടെ സമയത്ത് ഇത് സഭാവാസികളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എത്ര പെട്ടെന്ന് ഇത് മനസ്സിലാവുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛൻ പറയണം. അതായത് ഇപ്പം ഷാജിയുടെയും സതീഷിൻ്റെയും എൻ്റെ മുഖത്തൊക്കെ, നമ്മുടെ ഈ മുഖത്തിന്, അത് കറുത്തവരാവട്ടെ വെളുത്തവരാവട്ടെ, നമ്മുടെ മുഖത്തിന് ഈ ഗ്ലോ ഉണ്ടാവുന്നത്, ഒരു തെളിച്ചം ഉണ്ടാവുന്നത്, കണ്ണുകൾക്കൊരു കാന്തിക സ്വഭാവം ഉണ്ടാവുന്നത്, ഇതെല്ലാം ഇറ്റ്സ് ബേസ്ഡ് ഓൺ കെമിക്കൽസ്. അറിയാമല്ലോ, പലതരത്തിലുള്ള പോസിറ്റീവ് കെമിക്കൽസ് ഉണ്ട്. ആ കെമിക്കൽ സെറിറ്റോണിൻ, മെലാറ്റോണിൻ, ഓക്സിറ്റോസിൻ. കണ്ണുകളിലൊക്കെ ഓക്സിറ്റോസിൻ്റെ ഇത് പ്രവാഹം കൂടുമ്പോൾ നമുക്ക് കണ്ണുകൾക്ക് കൂടുതൽ ആകർഷണം വരും. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇത് ഡോപ്പാമൈൻ, ഒരുപാട് പോസിറ്റീവ് കെമിക്കൽസ് ഉണ്ട്, ആൻറ്റി ഓക്സിഡൻറ്റുകൾ. ഈ ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണഗതിയിൽ നമുക്കത് അധികം ലഭിക്കാതിരിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ക്യാപ്സൂൾ പരുവത്തിൽ കഴിക്കും, അല്ലേ? ടാബ്ലറ്റ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കും. പിന്നെ നമുക്കിത് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഭക്ഷണമായിട്ടല്ലേ? ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം സംഭാവന ചെയ്യുന്ന പലതരത്തിലുള്ള ഭക്ഷണങ്ങളുണ്ട്, അല്ലേ? പിന്നെ ഇത് ഏറ്റവും കൂടുതൽ ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് സ്നേഹിക്കുന്ന ആൾക്കാർക്കിടയിൽ ഇത് നന്നായിട്ടുണ്ടാവും. പരസ്പരം സ്നേഹത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്കിടയിലുണ്ടാവും. പ്രണയത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കും. പ്രത്യേകിച്ച് ഡോപ്പാമൈനൊക്കെ അത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. ഈ പ്രണയിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ഒരു സമയത്തിൻ്റെ ദൈർഘ്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഏതെങ്കിലും കോഫി ഷോപ്പിലോ അല്ലെങ്കിൽ പാർക്കിലോ ഒക്കെ എവിടെയെങ്കിലും പോയിരിക്കുകയാണെങ്കിൽ അവർ മണിക്കൂറുകളോളം ഒരു മൂലയിൽ ഇങ്ങനെ പോയിരുന്ന് സംസാരിക്കുന്ന കാണാം. പക്ഷെ അവർ ഒരു കോഫി അല്ലെങ്കിൽ ഒരു ജ്യൂസ് കൊണ്ട് ഒരു മണിക്കൂറുകൾ അവിടെ അങ്ങനെ ഇരിക്കും, വിശക്കത്തില്ല. അപ്പോൾ ഇവർ ഈ വിശപ്പും ദാഹവും ഒന്നും അറിയാത്തത് എന്താ കാരണം? ഈ പറയുന്ന ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇവരുടെ ശരീരത്ത് ധാരാളമായി ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടാണ്. നമ്മളവിടെ ഒരു ചെറിയ ഒരു മൈക്ക്, ഇതുപോലെ ഒരു മൈക്ക് കൊണ്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർ പരസ്പരം പറയുന്നത് കേൾക്കാം. ഒന്നും ഉണ്ടാവില്ല. ആൺകുട്ടി ചോദിക്കും, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഒന്നുമില്ല. അല്ല, എന്നാലും എന്തൊക്കെയാ വേറെ വിശേഷം? ഒന്നുമില്ല. അച്ഛനെന്താ പറഞ്ഞത്? അച്ഛനൊന്നും പറഞ്ഞില്ല. പിന്നെ വേറെ വിശേഷം ഒന്നുമില്ല. ഒന്നുമില്ല. ഇങ്ങനെ അങ്ങോട്ടും ഇല്ല, അതില്ല, ഇതില്ല എന്നൊക്കെ ആയിരിക്കും. വേറെ സീരിയസ് ഡിസ്കഷൻസ് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇവർ തമ്മിൽ ഒട്ടും ബോറടിക്കില്ല, ഒട്ടും വിശക്കില്ല, സമയം പോകുന്ന അറിയില്ല. ഒക്കെ ഈ കെമിക്കലിൻ്റെ പരിപാടികൾ. ഈ ഡോപ്പാമൈൻ നമുക്കറിയാമല്ലോ. നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം നിരന്തരമായി നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ അത് തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നതിന് പിന്നിലുള്ള ഒരു വികാരം എന്ന് പറയുന്നത് ഡോപ്പാമിൻ്റെ ഈ പ്രൊഡക്ഷനാണ്. ഡോപ്പാമൈൻ എഫക്റ്റ് എന്ന് തന്നെ അതിന് പറയുക. ഇപ്പോൾ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഡോപ്പാമൈൻ എഫക്റ്റ്. നമുക്ക് ഓരോ പ്രാവശ്യം നോക്കുമ്പോഴും ഓരോ റിവാർഡ്സ് കിട്ടും. നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ആനന്ദം കിട്ടുന്നുണ്ടെങ്കിൽ അത് റിവാർഡ്സാണ്. അപ്പം പിന്നെ മറ്റെന്തെങ്കിലും കുട്ടികൾ എന്തെങ്കിലും എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ റിവാർഡ്സായിട്ട് ഡോപ്പാമൈൻ കിട്ടുന്നതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെയുള്ള ആൻറ്റി ഈ ഓക്സിഡൻസ് നമ്മുടെ ശരീരത്ത് ക്രമാതീതമായ തോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് പ്രണയം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ വീടുകളിലൊക്കെ പോയാൽ നല്ല രീതിയിൽ നല്ല റിലേഷൻഷിപ്പുള്ള ഹസ്ബൻഡും വൈഫും അവർക്കിടയിൽ ഈ പറയുന്ന ആൻറ്റി ഈ കെമിക്കൽസൊക്കെ നന്നായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒരു പ്രത്യേക കെമിസ്ട്രി ഇവർ തമ്മിലുണ്ടാവും. നമ്മളതിനെ എങ്ങനെയാണ് പറയുക? ആ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു പ്രത്യേക കെമിസ്ട്രി ഉണ്ടെന്നാണ് പറയുക. എന്താ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ? അവർ തമ്മിലൊരു പ്രത്യേക ഫിസിക്സ് ഉണ്ടെന്ന് എന്താ പറയാത്തത്? അവർ തമ്മിലൊരു നല്ലൊരു ഗണിതശാസ്ത്രം ഉണ്ടെന്ന് എന്താ പറയാത്തത്? അല്ലെങ്കിൽ അവർ തമ്മിലൊരു സോഷ്യോളജി ഉണ്ടെന്ന് എന്താ പറയാത്തത്? കെമിസ്ട്രി എന്നാണ് പറയുക. അപ്പോൾ അത് എവിടുന്നാണ് വന്നത്? ഈ കെമിക്കൽ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിൽ മാത്രമല്ല, നന്നായിട്ട് സെക്സിൽ നല്ല പോസിറ്റീവായിട്ടുള്ള ഗുഡ് സെക്സിൽ ഏർപ്പെടുന്ന ആളുകൾക്കിടയിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ നന്നായി നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹസ്ബൻഡ് ആൻഡ് വൈഫ് നല്ല റിലേഷൻഷിപ്പുള്ള അവരുടെ ജീവിതത്തിൽ അതിന് വളരെ പ്രാധാന്യമുണ്ട്. സെക്സിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ തന്നെ നമുക്കിങ്ങനെ തോന്നി, ഇവർ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റമൊക്കെ പറയും തേർഡ് പാർട്ടിയുടെ മുന്നിൽ വെച്ചിട്ട്.
പരസ്പരം ഒരു കിഡിങ് ഒക്കെ ഉണ്ടാവും, കളിയാക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അത് കേൾക്കാൻ തന്നെ രസം. ഇവർ തമ്മിൽ എന്തോ ഒരു വല്ലാത്തൊരു ബാലൻസിങ്, ഒരു കെമിസ്ട്രി ഇങ്ങനെ നമുക്ക് തോന്നും. അത് ഈ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ ഒരു പരിപാടിയാണ്. ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചിന്തയിൽ നിന്നാണോ ഉണ്ടാകുന്നതെന്ന് ഓർക്കണം. ഗുഡ് പ്രോസസ്സ്, ഗുഡ് തോട്ട്സ്, ഇതൊക്കെ കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഇനി ഈ സാധനങ്ങൾ കിട്ടുന്ന മറ്റൊരു പ്രോസസ്സ് ധ്യാനമാണ്. യോഗ, മെഡിറ്റേഷൻ. നന്നായി ധ്യാനിക്കുന്നവരുടെ ശരീരത്ത് ഇത് ക്രമാതീതമായി ഇപ്പം ഈ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉണ്ടാവും. അപ്പം നിങ്ങൾ നല്ല പുരോഹിതന്മാരൊക്കെ ശ്രദ്ധിച്ചു നോക്കൂ. ഏത് തരത്തിലുള്ള പുരോഹിതന്മാരായാലും സന്യാസിമാർ, അവരൊക്കെ നോക്കുക, അവർ ഒരു പ്രത്യേക റോസ് കളറിലൊക്കെ ആയിരിക്കും മുഖമുണ്ടാവുക. നല്ല സന്യാസിമാരുടെ കാര്യം ഞാൻ പറയുന്നത്, നല്ല പുരോഹിതന്മാരുടെ കാര്യമാണ് പറയുന്നത്, നല്ല മൗലവന്മാരുടെ കാര്യം ഞാൻ പറയുന്നത്. നല്ല പ്രത്യേക ഒരു അട്രാക്ഷൻ ആയിരിക്കും കണ്ണുകളിലൊക്കെ നോക്കിയാൽ. ഓക്സിറ്റോസിനൊക്കെ അവരുടെ കണ്ണുകളിൽ ഏറ്റവും കൂടുതലായിട്ട് എപ്പോഴും ഉണ്ടാവും. ആരെ കണ്ടാലും പെട്ടെന്ന് ഇങ്ങനെ വലിച്ചടിപ്പിക്കുന്ന പോലത്തെ ഒരു പ്രകൃതമായിരിക്കും അവരുടെ മുഖത്തിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞാൽ. ഈ തെളിച്ചൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ കെമിക്കലുകളുടെ പ്രൊഡക്ഷനാണ്. എന്നാൽ ഈ കെമിക്കലുകളുടെ പ്രൊഡക്ഷൻ ഏറ്റവും അധികം മനുഷ്യനുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം നടക്കുന്ന ആ പ്രോസസ്സിൻ്റെ പേരാണ് ഫൊർഗീവ്നെസ് എന്ന്. ആലോചിച്ച് നോക്കും, എങ്ങനെയാ ഫൊർഗീവ്നെസ് വേണ്ടത്? ക്രൈസ്റ്റ് പറയുന്ന പോലെ എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്നാണ് ചോദിച്ചത് ക്രൈസ്റ്റിനോട്. 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയാകുമോ എന്ന ചോദ്യത്തിന് എന്താ മറുപടി പറഞ്ഞത്? 70 പ്രാവശ്യം. ഷാജി ബൈബിൾ വായിച്ചിട്ടുണ്ടല്ലോ. 70 പ്രാവശ്യം ക്ഷമിക്കണമെന്നാണ് പറയുന്നത്. 70 എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്ക്. 70 × 7 49 490 പ്രാവശ്യം എന്ന അർത്ഥം അല്ലേ? എന്ന് വെച്ചാൽ 490 തവണ എന്നുള്ള അർത്ഥത്തിലായിരിക്കില്ല അത്. അത്രയും അധികം ക്ഷമിക്കണമെന്ന്. ആ പ്രോസസ്സ് ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ? ഇത് തന്നെ ഖുറാനും ഇത് തന്നെ പറയുന്നുണ്ട്. അള്ളാഹു കാരുണ്യവാനാകുന്നു. ക്ഷമയെക്കുറിച്ച് പറയുമ്പോൾ കാരുണ്യവാനെക്കുറിച്ചാണ് പറയുന്നത്. ആത്മബോധത്തെക്കുറിച്ചാണ് കൃഷ്ണൻ പറയുന്നത്. ധൈര്യം പകർന്നതോടൊപ്പം ആത്മബോധം വളർത്താനാണ് ക്ഷമ പരിശീലിക്കേണ്ടത് എന്നാണ്. അപ്പം ഈ തരത്തിൽ ക്ഷമയുടെ ഈ ഒരു പ്രോസസ്സ് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഈ പ്രോസസ്സ് നടക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ 60 ട്രില്യൺ കോശങ്ങളുണ്ട്. ഈ 60 ട്രില്യൺ കോശങ്ങളിലൂടെയും നിങ്ങൾക്ക് ഒരാളോട് ഒരു ക്ഷമിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിച്ചില്ല. നിങ്ങൾക്ക് തീരാത്ത പകയുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ. ഈ തീരാത്ത ഈ പകയും കൊണ്ട്, ഒരിക്കലും തീരാത്ത ഈ പകയും കൊണ്ട് നിങ്ങൾ നടക്കുമ്പോൾ ആർക്കാണ് ഇതിനകത്ത് കുഴപ്പമുണ്ടാകുന്നത്? കുഴപ്പം ആർക്ക്? നിങ്ങളുടെ ഉള്ളിൽ പകയുണ്ട്, ആർക്കാ കുഴപ്പം? നമുക്ക് തന്നെയല്ലേ കുഴപ്പം? 100% ആണല്ലോ. നമ്മളത് ആലോചിക്കാറുണ്ടോ? അപ്പുറത്തേക്കുന്നവർക്ക് ഒരു പ്രശ്നവും കാണത്തില്ല. അപ്പുറത്ത് നിൽക്കുന്ന അവൻ അറിയ പോലും ആ വേദനയൊന്നും അവൻ അറിയുന്ന പോലുമില്ല. അവനൊരിക്കലും തിരിച്ചറിയാൻ പോലും പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ കോപം ഈ ഹോൾഡ് ചെയ്യാണ് കോപം എന്ന് പറയുന്ന സാധനം. ആ കോപം നമ്മൾ സ്വയം പിടിച്ചു നിർത്തുന്നത് നമ്മളെ നശിപ്പിച്ച് കളയും. ഒരു ഈഗോ ഫാക്ടർ കൂടെ അതുകൊണ്ട് മാനസിക സമ്മർദ്ദം കൂടും, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. നമുക്കിത് എന്തുകൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റാത്തത് എന്ന ചോദ്യമുണ്ട്. ഈ ചോദ്യം, ഇത് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈഗോ തന്നെയാണ്. ഈഗോ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ഇപ്പൊ നമ്മൾ കാണുന്ന സിനിമകളിലും നമ്മൾ കാണുന്ന അല്ലെങ്കിൽ കഥകളിലും ഹീറോസും ഒന്നും ക്ഷമിക്കുന്നൊരു ഹീറോയിൻ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇടിച്ച് തെറിപ്പിക്കുക, അല്ലെങ്കിൽ 100 പേര് ഇടിക്കുക, പകരം വീട്ടുക. അവസാനം കൊല്ലാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കും തൽക്കാലം എന്ന് പറഞ്ഞൊരു വിടലുണ്ട്. അപ്പൊ നമ്മൾ കൈയടിക്കും ഇല്ലേ? കൈയടിക്കും അവസാനം വരെ. അവൻ കാരുണ്യവാനാവുന്നു അല്ലേ? അല്ലെങ്കിൽ പിന്നെ അത്രയും തീരാത്ത ചില പ്രതികാരത്തിന്റെ കഥയൊക്കെ പറയുമ്പോൾ അത് നമ്മളെ പുരാണങ്ങളിലൊക്കെ, നമ്മളെ ഇതിഹാസങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആത്യന്തികമായിട്ട് അത് ഒരു സന്ദേശമല്ല കേട്ടോ. നല്ല സന്ദേശം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം എന്തുകൊണ്ടാണ് ഫൊർഗീവ്നെസ് ചെയ്യാൻ കഴിയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈഗോ ഒരു വലിയ പ്രശ്നമാണ്. എനിക്ക് അവനോട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്തെങ്കിലും അവൻ കരുതുമോ എന്നാണ്. ഈ കരുതുമോ എന്ന് പറയുമ്പോൾ എന്താ ചോദിക്കാൻ വന്നത്? ദേവാസുരത്തിൽ മോഹൻലാൽ വില്ലനെ കൊല്ലുന്നില്ല, വിട്ടുകളയാ. നല്ല ഹീറോസ് ഒക്കെ വിട്ടുകളയാണ് ഒടുവിൽ. അവന് ചിലപ്പോൾ കാല് വെല്ലു പിടിക്കുമായിരിക്കും, നടക്കാൻ വയ്യാത്ത വിധത്തിലായിരിക്കും. പക്ഷെ അവനോട് ഒരു സഹതാപം, എന്തോ നിന്നോട് എനിക്കത് വയ്യ, ഒരു കാരണം നിന്നോട് ക്ഷമിക്കാൻ എൻ്റെ മനസ്സ് പറയുന്നതെന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കുക. പക്ഷെ നമുക്കത് കഴിയാത്തത് നമുക്ക് എപ്പോഴും ഈഗോ മുന്നിൽ കയറി നിൽക്കുന്നതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ക്ഷമിക്കാനുള്ള ഒരാളോട് നിങ്ങൾക്ക് ക്ഷമിക്കണമെങ്കിൽ ഒരിക്കലും അയാൾ അത് അറിയേണ്ടതില്ല. പ്രോസസ്സ് നിങ്ങളുടെ ഉള്ളിൽ മാത്രമാണ് സംഭവിക്കുന്നത്. അവനോ അവളോ അത് അറിയേണ്ട ആവശ്യമില്ലെന്നേ. അവിടെ പിന്നെ ഈഗോയുടെ ആവശ്യം എന്താ? അതെനിക്ക് മനസ്സിലായില്ല. സതീഷിന് ഒരാളോട് തീരാത്ത പകയുണ്ട്, തീർത്താൽ തീരാത്ത പകയുണ്ട്, ദേഷ്യമുണ്ട്. അയാൾ നശിപ്പിക്കണമെന്ന അടങ്ങാത്ത ദേഷ്യവും കോപവും ഉള്ളിലുണ്ട്.
ആ. ഈ കോപവും ഈ ദേഷ്യവും ഒക്കെ ഉണ്ടാക്കുന്ന ആന്റി കെമിക്കൽസ് നിങ്ങളെ സ്വയം കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ പതുക്കെ 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 രോഗിയാക്കും. ആ. ഉറപ്പല്ലേ? അതെ സയന്റിഫിക് ആയിട്ട് ആലോചിച്ചാൽ അത് കറക്റ്റ് ആണല്ലോ. അതെ അത് നിങ്ങൾ പതുക്കെ പതുക്കെ നിങ്ങൾ അതിന് പകരം എനിക്ക് അയാളോട് ദേഷ്യവും പകയും ഒന്നുമില്ല എന്നും ഞാൻ അയാളോട് ക്ഷമിച്ചിരിക്കുന്നു. എങ്ങനെയാണ് അൺകണ്ടീഷണൽ ഫോർഗിവ്നെസ്, ഞാൻ നിരുപാധികമായി നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് സ്വയം പ്രാർത്ഥനയിൽ, സ്വയം സംസാരത്തിൽ, സ്വയം ചിന്തയിലൊക്കെ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് പതുക്കെ 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 ആ കോപത്തിനെയും ആ വൈരാഗ്യത്തിനെയും നമ്മളിങ്ങനെ ഇല്ലാതാക്കുമ്പോൾ ശാന്തത എവിടെ ഉണ്ടാവുന്നത്? നിങ്ങളുടെ ഉള്ളിൽ അല്ലേ? അതെ. ഈ ശാന്തത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ ഈഗോ, ആദ്യം സമ്മതിക്കാതിരുന്ന ഈഗോ നിങ്ങൾ പതുക്കെ താഴേക്ക് വലിച്ചു താഴ്ത്തി. ഈ പ്രോസസ്സ് അവൻ അറിയുന്നതില്ലെന്നേ, ഈ പ്രോസസ്സ് അറിയുന്നതില്ല. ഇത് എപ്പോഴെങ്കിലും എന്താ സംഭവിക്കാന്നറിയോ? നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ സംസാരിച്ച് വന്ന് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടോ ആരെങ്കിലും എന്തോ ഈ ശത്രുതയുള്ളവനെ കുറിച്ച് സതീഷോട് വന്ന് സംസാരിക്കുമ്പോൾ സതീഷോട് വന്ന് പറയുന്നുണ്ട്, എടാ ഞാൻ ജോണിനെ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം, ജോണിനെ കണ്ടപ്പോൾ അവൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിന്നോട് പണ്ട് മറ്റേ ആ കാര്യം ഈ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ സംസാരിക്കാൻ ശ്രമിച്ചിട്ടു, പക്ഷെ അവനങ്ങൾ പിടി തന്നില്ല. അത് പോട്ടെ, ഞാനതൊക്കെ എന്നേ മറന്നു. സതീഷ് കേട്ട രാജഗോപാൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ടിന് ആകെ അസ്വസ്ഥയായി. ഇവൻ എങ്ങനെയെങ്കിലും തപ്പിപ്പിടിച്ച് നീ എവിടെ ഉണ്ടോ അത്യാവശ്യം കാണണമെന്ന് പറഞ്ഞ് അവനെ പോയി കണ്ടിട്ട് പറയാടാ ഞാൻ അവനെ കണ്ടു, സതീഷിനെ കണ്ടപ്പോൾ ഞാൻ നിന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അത് അവർക്ക് മറന്നു എന്നാ പറഞ്ഞേ. ആടെ നമ്പർ അവൻ്റെ ഭയങ്കര നമ്പറല്ലേ. എടാ അങ്ങനെയല്ലടാ എനിക്ക് തോന്നിയത്, എനിക്ക് അങ്ങനെ തോന്നിയില്ല. അന്ന് രാത്രി അവൻ ഉറങ്ങൂല. ജോൺ അന്ന് രാത്രി ഉറങ്ങില്ലെന്നേ. ഇത് 5-6 നിങ്ങൾ സതീഷ് എത്രയോ ദിവസമായിട്ട് എത്രയോ ഭംഗിയായിട്ട് ഉറങ്ങി തുടങ്ങി. ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ് കുറെ കഴിഞ്ഞ് ഒരു 6 മാസമോ 8 മാസമോ കഴിയുമ്പോഴത്തേക്കും ഇത് കറങ്ങി തിരിഞ്ഞ് അവസാനം നിങ്ങൾ തമ്മിൽ പഴയതിനേക്കാൾ വലിയ സുഹൃത്തുക്കളായി മാറും. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പൊ അത് തന്നെയാണ് ഞാൻ ഇന്നലെ ചോദിക്കാനിരുന്നത്, എന്താണ് അതിന്റെ ശാസ്ത്രീയത എന്നുള്ളത്. അപ്പൊ നമുക്ക് ഉറക്കം കിട്ടും, നന്നായി ഉറങ്ങാൻ പറ്റും. അപ്പൊ ഈഗോ ഇതിന് നിങ്ങളെ സമ്മതിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത് വെച്ചിട്ടുണ്ടെങ്കിൽ പെയിൻ അറ്റാച്ച്മെന്റ് എന്ന് പറയും. വേദന, അതായത് നമ്മളൊരു കാര്യം വേദനിക്കുമ്പോൾ ആ വേദന തന്നെ നമുക്കൊരു ഇഷ്ടമായിട്ട് തോന്നും. അതാണ് ഈ സ്വയം ഇങ്ങനെ ഈ സ്വയം കുത്തി അവനവനൊക്കെ തന്നെ കുത്തി നോയിക്കുന്ന ആൾക്കാരുണ്ടാവും. അതായത് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അനുഭവത്തിൽ തന്നെ സസ്റ്റെയിൻ ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് ആ പെയിൻ തന്നെ ഒരു സുഖമുള്ള ഒരു അനുഭവമാണ്. ഈ സാഡ് സോങ് കേൾക്കാൻ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര സാഡിസം എന്നൊക്കെ പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇതൊന്നൊരു സാഡ് സോങ് കേട്ട് 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 അവരൊരു ആ ഒരു പ്രകൃതമായി മാറും. ആ ഒരു പ്രകൃതത്തിൽ അവർക്ക് പോസിറ്റീവായിട്ടുള്ള സോങ്സ് ഒന്നും സന്തോഷം ഉണ്ടാക്കുന്ന സോങ് ഒന്നും ഇഷ്ടപ്പെടില്ല. അത് മാറ്റാൻ പറയും. എപ്പോഴും ദുഃഖം ഇങ്ങനെ വഴിഞ്ഞൊഴുകും. മുഖത്തും കണ്ണുകളിലൊക്കെ ഇങ്ങനെ ദുഃഖം ഇങ്ങനെ വടിച്ചെടുക്കാം. ഒരു 5 കിലോ ദുഃഖം എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ ആ രീതിയിലേക്കുള്ള അതിനോടുള്ള അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഫൊർഗീവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ റിവഞ്ച് മൈൻഡ് സെറ്റ്. ഞാൻ സത്യത്തിലൊന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് റിവഞ്ച് മൈൻഡ് സെറ്റ്? എന്നോട് ഒരിക്കൽ എന്തോ ഒരു കാര്യം ചെയ്തു, പക. ആലോചിക്കുമ്പോൾ തന്നെ തിളച്ചു മറിയാണ് ശരീരം. ആലോചിക്കുമ്പോൾ തന്നെ ആ സംഭവത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ റിവഞ്ചിനെ കുറിച്ച് ആലോചിക്കണ്ട. അവൻ എന്നോട് ചെയ്ത ആ ഒന്നത്തേതുകൊണ്ടോ എനിക്കങ്ങോട്ട് തീരാത്ത മറക്കില്ല ഞാൻ എന്നാ പറയുക. നമ്മുടെ കഥകളും നമ്മുടെ സിനിമയും നമ്മുടെ മറ്റ് എല്ലാ കലാരൂപങ്ങളൊക്കെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ, അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലാണ് സിറ്റുവേഷൻസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലേ? യഥാർത്ഥത്തിൽ അതിലേക്ക് പോകുമ്പോൾ ആ അവസ്ഥയിലേക്ക് നമ്മൾ പോവുക തന്നെയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ചേട്ടാ, ഇൻ ബിറ്റ്വീൻ ഇപ്പം നമ്മൾ ഈ കേരളത്തിലെ ജനങ്ങളെ തന്നെ എടുത്താൽ നോക്കിയാൽ തന്നെയും കൂടുതൽ ആൾക്കാർക്കും ഈ വിഷാദപരമായിട്ടുള്ള പാട്ടുകൾ കേൾക്കാനാണ് കൂടുതൽ സമയം ഇഷ്ടം. ഒരു പാർട്ടി സോങ്ങോ ഒരു ഹാപ്പി മൂഡ് സോങ്ങോ ഒക്കെ കേൾക്കുന്നതിനേക്കാളും എല്ലാവരും ഇഷ്ടം ഈ ഇപ്പോൾ വൈകുന്നേരം വന്നിരിക്കുന്നു, എല്ലാവരും ഒരു സാഡ് സോങ് കേട്ട് ഇങ്ങനെ ഇരുന്നൊരു ചായ കുടിക്കുന്നു, അല്ലെങ്കിൽ ഉറങ്ങാൻ നേരം ഇരിക്കും. ഇതെന്താ അതിന്റെ ഒരു കാരണം എന്താ? മൈൻഡിന് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മൈൻഡിനെ ഏറ്റവും പെട്ടെന്ന് സ്വാധീനിക്കുന്നത്. മൈൻഡിനെ സ്വാധീനിക്കുന്നത് ഏറ്റവും എളുപ്പത്തിൽ സ്വാധീനിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല. പെട്ടെന്ന് സ്വാധീനിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ശരീരം തന്നെ എന്താണ്? നമ്മുടെ ശരീരം തന്നെ ഒരു റിഫ്ലക്സ് ആക്ഷൻ ഉണ്ടാകുന്നു. ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടണം. അതുപോലും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ റിഫ്ലക്സ് ആക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു പാമ്പ് വന്നു, ഒരു ഇടിമിന്നൽ വന്നു, അവിടുന്ന് രക്ഷപ്പെടണം, അതല്ലേ മോഡ്. അപ്പൊ ഇത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ പതിയെ അതിലൊരു മൈൻഡ് സെറ്റ്, അതിന് അനുകൂലമായിട്ടൊരു മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു നെഗറ്റീവ് കാര്യമാണ് ഇപ്പോൾ പെട്ടെന്നൊരു കലാമിറ്റി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു തീപിടുത്തം ഉണ്ടാകുന്നു പറയുന്നതാണോ? നമുക്ക് ഇവിടെ വലിയൊരു ഉത്സവം പടക്കം പൊട്ടുന്നു, അവിടെ ഭയങ്കര സന്തോഷം നടക്കുന്നു, ഏതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുക? തീപിടുത്തം അല്ലേ? എന്താ വെച്ചാൽ അതിനൊരു അപകടമുണ്ട്, ഒരു അപകടം ഓടുണ്ട്. തീപിടുത്തം കാണാനായിരിക്കും കൂടുതൽ ആൾക്കാർ ഓടുന്നു അവിടെ പോകുന്നത്. തീപിടുത്തം കാണാൻ നല്ല രസമുണ്ട്. ആളുകൾ എന്തുകൊണ്ടാ ഒരാൾ വീഴുമ്പോൾ ചിരിക്കുന്നത്? ആദ്യം
ഒരാൾ പെട്ടെന്ന് എവിടെയെങ്കിലും കാല് തന്നെയൊക്കെ വീഴുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ നമ്മൾ കാണുകയാണ്, ഇത് കാണുമ്പോൾ ആൾക്കാർ അയ്യോ എന്ന് പറയുന്നവർ കൂടുതൽ തന്നെ നമ്മൾ ചിരിക്കുന്ന എന്തിനാ? എന്തിനാ വീഴുമ്പോൾ ചിരിക്കുന്ന സീനുകൾ നമ്മുടെ സിനിമകളിലൊക്കെ ധാരാളമായി വന്നത് എന്തുകൊണ്ടാണ്? വീഴുമ്പോൾ സത്യത്തിൽ ചിരിക്കാൻ പാടുണ്ടോ? അപകടമല്ലേ ഉണ്ടാവുക? അപ്പം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പെയിൻ അറ്റാച്ച്മെന്റ് ഉണ്ട് നമുക്ക്, അതിനോടുള്ള അറ്റാച്ച്മെന്റ് ഉണ്ട്, അതിൽ സന്തോഷിക്കുക. ഈ പെയിൻ അറ്റാച്ച്മെന്റ് വരുമ്പോൾ നമ്മൾ ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മളുടെ മൈൻഡിലുള്ള പെയിനുമായിട്ട് നമ്മളിത് കണക്ട് ചെയ്യും, നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നു. അപ്പം നമ്മൾ ഇതിൽ ക്ഷമിക്കുവാണെങ്കിൽ അസോസിയേറ്റ് ചെയ്യാൻ നമുക്ക് സംഭവങ്ങളൊന്നും ഇല്ല, ഒന്നും ഉണ്ടാവില്ല, ഓർമ്മയിലുണ്ടാവില്ല, നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ ഉണ്ടാവില്ല. ആ പ്രോഗ്രാം ഇല്ലെങ്കിൽ, അപ്പൊ അസോസിയേറ്റ് ചെയ്യാൻ പ്രോഗ്രാം ഇല്ലെങ്കിൽ പിന്നെ എവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്? തത്തുല്യമായ ഒരു സാധനം ഇപ്പുറത്തില്ലെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ തോന്നില്ലല്ലോ. മനസ്സിലായില്ലേ? സന്തോഷകരമായ നിമിഷങ്ങൾ മാത്രമാണ് നമ്മുടെ ഉള്ളതെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്തിനാണ്? ഞാൻ പഴയ ഗാനങ്ങൾ കേൾക്കും, എനിക്ക് ഒരൊറ്റ പിന്നെ ദുഃഖഗാനങ്ങൾ ഇഷ്ടമല്ല, തീരെ എനിക്കിഷ്ടമല്ല ദുഃഖഗാനങ്ങൾ. അതേസമയം വളരെ എന്തൂസിയാസം തോന്നുന്ന ചില പ്രത്യേകതര പഴയ പാട്ടുകളില്ലേ, ദേവരാ മാഷ, അർജുൻ മാഷൊക്കെ നമ്മളിങ്ങനെ പ്രൊവോക്ക് ചെയ്തിട്ട് ഇങ്ങനെ വേറെ ഉയരങ്ങളിലേക്ക്, ആകാശ വിധാനങ്ങളിലേക്ക് ഉയർത്തുന്ന ഒരു ചില പാട്ടുകളുണ്ട്, ഒരുപാട് പാട്ടുകളുണ്ട്. ഇപ്പൊ കാലം ഒരു അജ്ഞാത കാമുകൻ, അതൊരു സങ്കടകരമായ പാട്ടാണെന്ന് വെച്ചാൽ അല്ല എന്ന് പറയാം, ഫിലോസഫിക്കല ശ്രീകുമാരൻ തമ്പിയുടെ ഗാനം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒത്തിരി 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 പാട്ടുകൾ. റോബിൻജിയുടെ എന്റെ പ്രണയത്തിൻ താജ്മഹൽ എന്ന് പറഞ്ഞ ആ പാട്ട് എങ്ങനെയാ വന്നത്? ഞാൻ ഇതോട് ഒന്ന് കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ ചോദിക്കാം. എന്റെ പ്രണയത്തിന്റെ താജ്മഹൽ ഒരു വിരഹഗാനമൊന്നും അല്ല, അതൊരു സന്തോഷത്തിന്റെ ഗാനം. എന്നാലും അതിനകത്തൊരു അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഫോർഗീവ്നെസ്. ഞാനൊരു അത് ചോദിച്ചപ്പോൾ രസമാണ്. ഞാൻ എൻ്റെ ഫാദറുമായിട്ട്, ഞാൻ തുഷാരഗിരിയിൽ താമസിക്കുന്ന സമയത്ത് എൻ്റെ ഫാദറും ഞാനുമായിട്ട് എന്തോ പറഞ്ഞ് പിണങ്ങിയിട്ട് ഭയങ്കര ഫീലിങ്ങിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോവുക കോഴിക്കോട്ടേക്ക്. വണ്ടി കയറാൻ വേണ്ടിയിട്ട് നടന്ന് എൻ്റെ നാട്ടിൽ നിന്നുള്ള ചെറിയ കട്ട് റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കുഴി ചാടി എൻ്റെ കാല് ഉളുക്കിയപ്പോൾ നല്ല പെയിൻ ഉണ്ടായിരുന്നു. ആ പെയിനുള്ള സമയത്ത് ഞാൻ മാനസികമായി വലിയ വേദന ഉണ്ടാകുന്ന സമയത്താണ് ഈ പാട്ട് ഉണ്ടാവുന്നത്, ഈ പ്രണയത്തിന്റെ. അപ്പൊ ഞാനിങ്ങനെ വീണ്ടും നടന്നു പോകുമ്പോഴാണ് ഈ പാട്ട് ഇങ്ങനെ മൂളി ഇങ്ങനെ പോയപ്പോൾ. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സമയത്ത് ഉണ്ടാവേണ്ട ഒരു പാട്ടേ അല്ലത്. പ്രണയം ഉണ്ടായിരുന്നു ആ സമയത്ത്. പ്രണയം ഉണ്ടായിരുന്നു, തീർച്ചയായും. പ്രണയത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഈ തമ്മിൽ തെറ്റിയത്, എന്നെ ചീത്ത വിളിച്ചത് അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് അസോസിയേറ്റ് ചെയ്ത് ആ വിഷയം തന്നെ കയറി വന്നതും അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ. അപ്പൊ നമുക്ക് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, ഈ ദുഃഖഗാനങ്ങൾ എഴുതുന്ന ആളുകളൊക്കെ ആ ഒരു ഫീലിംഗിലൂടെ പോയിട്ടാണോ എഴുതിയിരുന്നത്? ഉണ്ടാവും, ആയിരിക്കും, ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ആ കണക്ഷൻ വരുന്നത്. നമുക്ക് കൃത്രിമമായിട്ട് അത് സൃഷ്ടിക്കാൻ പറ്റില്ല. ഒരു കലാരൂപം അങ്ങനെ ആ പെയിനിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ റിവെഞ്ച് മൈൻഡ് സെറ്റ് ഈ ഫോർഗീവ്നെസ് ചെയ്യാൻ പറ്റാത്തതിന് വലിയ തടസ്സമാണ്. കഴിയാത്ത ആൾക്കാർ ഫോർഗീവ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയായി പറഞ്ഞത്, ഒന്ന് ഈഗോ ഉണ്ടാവും, ഒന്ന് പെയിനോടുള്ള അറ്റാച്ച്മെന്റ്, വല്ലാതെ പെയിൻ അറ്റാച്ച്മെന്റ്. ഈ പെയിൻ അറ്റാച്ച്മെന്റ് മറ്റൊരു ഉദാഹരണമാണ് ഈ ക്യാൻസർ, ഈ ബ്രസ്റ്റ് ക്യാൻസറൊക്കെ ഉണ്ടാകുന്ന സ്ത്രീകളിൽ, വിധവകളായിട്ടുള്ള സ്ത്രീകൾ, ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളിലൊക്കെ ബ്രസ്റ്റ് ക്യാൻസർ വളരെ കൂടുതൽ കാണപ്പെടുന്നുണ്ട്. അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ഒറ്റപ്പെടുന്ന ഈ അനുഭവമില്ലേ, തോട്ട് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് പറയുന്നത്. തോട്ട് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് ക്യാൻസർ തോട്ട് കൊണ്ടാണോ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കാരണമാണെന്ന് റിസർച്ചുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോറിൻ ബോഡി, പുറത്തുള്ള കെമിക്കലുകളുടെ കടന്നുവരവൊക്കെ ക്യാൻസർ സെല്ലുകൾ ഉണ്ടാവാൻ കാരണമാകും. പക്ഷേ തോട്ട് എങ്ങനെയാണ് ക്യാൻസറിനെ ഉണ്ടാക്കുന്നത്? നമ്മുടെ ചിന്തകൾ നമ്മുടെ സെല്ലുലാർ ലെവലിൽ ചെന്നിട്ട് സെല്ലുലാർ മെമ്മറിയിൽ തകരാറുകൾ ഉണ്ടാക്കി, കെമിക്കലുകളാണ് നെഗറ്റീവ് കെമിക്കലുകൾ സെല്ലുലാർ മെമ്മറിയിൽ പോയിട്ട് അടിഞ്ഞുകൂടി അതിന് തകരാറുണ്ടാക്കിയിട്ട് അവിടെ ഫ്രീ റാഡിക്കൽസ് സൃഷ്ടിക്കപ്പെട്ട ആ ഫ്രീ റാഡിക്കൽസ് പോയിട്ട് മറ്റ് നല്ല കോശങ്ങളെ പോയിട്ട് ആക്രമിക്കും. അതിങ്ങനെ പരസ്പരം ആക്രമിച്ചിട്ട് ഇതിൽ ഡെഡ് കോശങ്ങൾ ഉണ്ടായിട്ട് അത് ക്യാൻസർ സെൽസ് ആയിട്ട് വളരുന്നതാണല്ലോ ക്യാൻസർ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ക്യാൻസർ രൂപപ്പെടുന്നത്. അപ്പോൾ ഇത് പല കാരണങ്ങൾക്കുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ തോട്ടിന്റെ ഫലമായിട്ടുണ്ടാവുന്ന വിക്ടിം മെന്റാലിറ്റി, ഇരവാദം ഉയർത്തുന്ന ആളുകൾ, അവരെന്നെ ഇങ്ങനെ ചെയ്തു, എന്നോട് ഒരിക്കലും അവരിത് ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നോട് ഇത് ചെയ്തത്, ഞാൻ കുറ്റക്കാരനേ അല്ല, ഇരവാദം, ഞാൻ എപ്പോഴും ഇങ്ങനെ ആക്രമിക്കപ്പെടേണ്ടവളാണ് എന്നും എനിക്ക് എൻ്റെ വിധി ഇതാണ്, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത് അറിഞ്ഞുകൂടാ. ഈ തോട്ടുകൾക്കൊക്കെ ആന്റി കെമിക്കൽസ്, നെഗറ്റീവ് കെമിക്കൽസ് ആണ് ശരീരത്തിൽ ഓരോ ചിന്തയ്ക്കൊന്നും ഫലമായിട്ട് ഉണ്ടാവുന്നത്. അപ്പം ഇങ്ങനെ ഉണ്ടാവുന്ന ഈ ആകെ സാധനങ്ങൾ നേരെ പോയി 60 ട്രില്യൺ കോശങ്ങളുണ്ട്. ആ 60 ട്രില്യൺ കോശങ്ങളുടെയും സെല്ലുലാർ മെമ്മറിയിൽ പോയി അടിഞ്ഞുകൂടി കിടക്കും. ഈ അടിഞ്ഞുകൂടി കിടക്കുമ്പോൾ നിങ്ങളുടെ ഈ സെല്ലുലാർ എന്ന് പറയുന്നത് പവർ ഹൗസാ. ആ സെൽസിന്റെ പുറത്ത് ഉള്ള മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ആവരണമുണ്ട്. മൈറ്റോകോൺട്രിയ ഈ സെല്ലിന്റെ പുറത്താണത്.
മൈറ്റോകോൺട്രിയാണ് യഥാർത്ഥത്തിൽ പവർ ഹൗസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്ത്. അതുകൊണ്ടാണ് നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ പോയിട്ട് കുളിച്ചു കഴിഞ്ഞാൽ ഈ മൈറ്റോകോൺട്രിയകൾ പെട്ടെന്ന് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും. നിങ്ങൾ വളരെ കൂടുതൽ ഒരു 2 ഡിഗ്രി ഒക്കെ ഉള്ള തണുത്ത വെള്ളത്തിൽ നിങ്ങൾ മുങ്ങിയിട്ട് പെട്ടെന്ന് കണ്ടിട്ടില്ലേ വാട്ടർ ട്രീറ്റ്മെന്റ് ഒക്കെ കണ്ടിട്ടില്ലേ? കുളിച്ചിട്ട് നിങ്ങൾ ഒന്ന് കരക്ക് കയറി നോക്കിയേ, പെട്ടെന്ന് ബോഡി അങ്ങ് ചൂടാവും. അതെന്തുകൊണ്ടാണ്? മൈറ്റോകോൺട്രിയെ പോയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്. സ്പോർട്സ് ആളുകളൊക്കെ ഇപ്പൊ ധാരാളം ഉപയോഗിക്കുന്നു. ഐസ് ബാത്ത് ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ഐസ് ബാത്ത് നമ്മളെ ഡോക്ടർ സജീവ് നായരുടെ അവിടെയൊക്കെ അതിന്റെ പരിപാടികളുണ്ട്. അപ്പൊ അതിന്റെ കാരണം ഇതാ. അപ്പൊ ഈ റൂട്ട്സിൽ അതുണ്ട്. അപ്പൊ ഇതിന് കാരണം ഇതാണ്. അപ്പൊ ഇത് ഇങ്ങനെയുള്ള ഈ സ്റ്റിമുലേഷൻ, ഈ ട്രാൻസ്മിഷൻ, ഈ എനർജി മുകളിലേക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ബയോസ്ഫുരണങ്ങളുണ്ടല്ലോ, അതൊന്നും നടക്കുന്നില്ല. സെല്ലുലർ മെമ്മറിയിൽ ഇത് മുഴുവൻ അടിഞ്ഞു കിടക്കുകയാണ്. ബാഡ് കെമിക്കൽസ് വന്നിട്ട് ആ ബാഡ് കെമിക്കൽസിലെ മുഴുവൻ നേരത്തെ പറഞ്ഞ പോസിറ്റീവ് കെമിക്കൽസ് കൊണ്ട് പോയി കംപ്ലീറ്റ് വാഷ് ഔട്ട് ചെയ്യുന്ന ആ പ്രോസസ്സിന്റെ പേരാണ് ഫോർഗിവ്നെസ്. ചുമ്മാ ക്ഷമിക്കുക, നിങ്ങൾ ചുമ്മാ അങ്ങോട്ട് ക്ഷമിച്ചോന്നേ. അതല്ലേ ക്രൈസ്റ്റ് പറഞ്ഞത്, 70 പ്രാവശ്യം ക്ഷമിക്കാൻ പറഞ്ഞത്. അതെ, ഹജ്ജിന് പോകുമ്പോ ആളുകൾ പോയിട്ട് ഇങ്ങനെ ക്ഷമ ചോദിക്കാറുണ്ടല്ലോ. കറക്റ്റ്, എക്സാക്ട്ലി. അതെ, മിക്കവാറും മതങ്ങളിലൊക്കെ ഉണ്ട് ഇത്. ഇസ്ലാമിക് ഫെയ്ത്തിൽ ഇത് വളരെ കൂടുതലാണ്. അവര് പോകുമ്പോ എല്ലാ കടങ്ങളും വീട്ടി എല്ലാം മാപ്പാക്കണം, പൊറുക്കണം, എല്ലാം കഴിഞ്ഞിട്ട് അവര് പോവുക. കാരണം തിരിച്ചു വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. തിരിച്ചു വന്നാലും വന്നില്ലെങ്കിലും അങ്ങനെയല്ല. അത് തീർത്തിട്ട് വേണം പരമപദം പോകാൻ. അത് അങ്ങനെ ചെയ്യാവൂ. അപ്പം ഇങ്ങനെ വരുന്ന ഈ ഒരു പ്രോസസ്സ് മുഴുവൻ എൻറ്റയർ ഈ സെല്ലുലർ മെമ്മറിയിൽ പോയിട്ട് വാഷ് ഔട്ട് ചെയ്യും. ആ പ്രോസസ്സിന്റെ പേരാണ് ഫോർഗിവ്നെസ് എന്ന് പറയുന്നത്.